നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി, അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്കായുള്ള കണക്ട് യുവർ സ്കോളർഷിപ്പ് പദ്ധതി 1000 രൂപ വീതം പ്രതിമാസം ധനസഹായം ലഭിക്കുന്ന പദ്ധതികളിൽ അപ്രൂവൽ ലഭിച്ചവർക്ക് 1000 രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ രേഖകൾ എല്ലാം കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാവുകയുള്ളൂ. അല്ലെങ്കിൽ റിട്ടേൺ ടു സിറ്റിസൺ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നമുക്ക് തന്നെ പിന്നീട് തിരികെ വരുന്ന സാഹചര്യം ഉണ്ടാകും. ബന്ധപ്പെട്ട പൊരുത്തക്കേടുകൾ പരിഹരിച്ച് രേഖകൾ മാറ്റി നൽകിയോ അല്ലെങ്കിൽ എന്താണ് നിലവിലുള്ള പ്രശ്നമുള്ളതെന്ന് കണ്ടുപിടിക്കുകയോ, ഏത് ഡോക്യുമെന്റ് ആണ് അപ്ലോഡ് ചെയ്യാത്തത് അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ റിജക്ഷൻ ആണ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കിനി ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കാൻ അവസരമില്ല എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അപേക്ഷകൾ പൂർത്തിയാക്കി ധനസഹായ വിതരണം ആരംഭിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ കണക്ട് യുവർ സ്കോളർഷിപ്പ് പദ്ധതിയാണ്. 9600 മുകളിൽ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണ് ഇപ്പോൾ ധനസഹായം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. 36,000 മുകളിൽ അപേക്ഷകൾ ലഭിച്ചിരുന്നു. അതിൽ ബാക്കിയുള്ള അപേക്ഷകളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ റിജക്ട് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അർഹതയുള്ളവർക്ക് ഇനിയും അപേക്ഷ വയ്ക്കാനുള്ള അവസരമാണ് ഒരിക്കൽ കൂടെ തന്നിട്ടുള്ളത്. 5 ലക്ഷത്തോളം പേർക്ക് ഈ വർഷം സ്കോളർഷിപ്പ് നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ എണ്ണം കുറവായതുകൊണ്ട് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. പക്ഷെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ മത്സര പരീക്ഷ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നവരോ അതല്ല എങ്കിൽ ഏതെങ്കിലും വക കോഴ്സ് പാസ്സായിട്ട് +2 ആണ് അടിസ്ഥാന യോഗ്യത. അതിനുശേഷം ഉയർന്ന ഏത് കോഴ്സുകളും ആവാം, ഡിഗ്രി ആവാം, PG ആവാം. അതിനെല്ലാം ശേഷം സ്കിൽ കോഴ്സുകൾ കൂടി ചെയ്യുന്നവരായിരിക്കാം. സ്കിൽ കോഴ്സുകൾ ചെയ്യുന്നവർ ബന്ധപ്പെട്ട ആ സ്ഥാപനത്തിൽ നിന്നും മേലധികാരിയുടെ സാക്ഷ്യപത്രം കൃത്യമായിട്ട് നമ്മൾ പൂരിപ്പിച്ച് വാങ്ങേണ്ടതുണ്ട്. സാക്ഷ്യപത്രത്തിന്റെ മോഡൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ employment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതെല്ലാം കൃത്യമായിട്ട് സമർപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അപ്രൂവൽ ലഭിക്കുകയുള്ളൂ. ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ ഏതെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നമുക്ക് പിടിവിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അർഹതയുള്ളവർ മാത്രം ഇതിന് അപേക്ഷ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ ഇതിലേക്ക് അപേക്ഷ വയ്ക്കേണ്ടതില്ല. 12 മാസത്തെ ധനസഹായമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. 1000 രൂപ വീതം 12 മാസത്തേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷകൾ വയ്ക്കാനായിട്ട് സാധിക്കും. APL റേഷൻ കാർഡ് ആണെങ്കിലും പ്രശ്നമില്ല. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെ ആയിരുന്നാൽ മതി. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആണെങ്കിൽ പോലും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സ്മാർട്ടിൽ കയറി പരിശോധിക്കേണ്ടതുണ്ട്. സബ്മിറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ വെരിഫിക്കേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെയ്തവർ തീർച്ചയായും ശ്രദ്ധിക്കുക. അത് വെരിഫൈ ആകുന്നോ എന്നത്, അപ്രൂവൽ ആകുന്നോ എന്നതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് അക്കൗണ്ടിലേക്ക് പണം എത്തിച്ചേരുകയുള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ ധനസഹായ വിതരണം നടക്കുന്നത് മുൻകാല പ്രാബല്യത്തോടല്ല. അതായത് അപ്രൂവൽ ലഭിക്കുന്ന മാസം മുതലാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുടിശ്ശികയുള്ള തുകകൾ, അതായത് നവംബർ മാസം പ്രഖ്യാപിച്ച പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നവംബർ മുതലുള്ള തുകകൾ ലഭിക്കുകയില്ല. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതുവരെയും അപേക്ഷകൾ സമർപ്പിച്ചിട്ടില്ലാത്ത യോഗ്യരായ ആൾക്കാരെ എത്രയും വേഗം തന്നെ അപേക്ഷകൾ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവരുടെ ഡ്രൈവിംഗ് വൈദഗ്ധ്യം പരിശോധിക്കാൻ RTOമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലൈസൻസ് ലഭിച്ചവരെ അടുത്ത ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി വീണ്ടും വാഹനം ഓടിച്ച് പരിശോധിക്കും. വാഹനം ഓടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെ പഠിപ്പിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. മന്ത്രി ഗണേഷ് കുമാറാണ് സൂപ്പർ ചെക്കിംഗ് ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത്. അടുത്ത അറിയിപ്പ്, വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് 50% വരെ കുറവ് വരുത്തിയതായി സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പ്രാബല്യത്തിലെത്തിയിരിക്കുകയാണ്. പുതുക്കിയ ഫീസ് നിരക്കുകൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ സോഫ്റ്റ്വെയർ ക്രമീകരണങ്ങൾ ഉടൻ പൂർത്തിയാകും. 17 മുതൽ സംസ്ഥാനത്ത് ഫിറ്റ്നസിന് ഹാജരാക്കുന്ന 15 വർഷം കഴിഞ്ഞ എല്ലാ വാഹനങ്ങളുടെയും 10 മുതൽ 15 വർഷം വരെ പഴക്കമുള്ള മീഡിയം ഹെവി ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെയും ഫിറ്റ്നസുകൾക്ക് നിരക്കിളവ് ബാധകമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഹെവി വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് കേന്ദ്ര സർക്കാർ 28,000 രൂപയാക്കി ഉയർത്തിയിരുന്നു. സംസ്ഥാനം ഇത് 14,000 രൂപയാക്കി. 15 മുതൽ 20 വർഷം വരെ കേന്ദ്രം നിശ്ചയിച്ച നിരക്ക് 14,000 രൂപയായിരുന്നു. കേരളം ഇത് 7,000 രൂപയാക്കി. ചെറുകിട ചരക്ക് വാഹനങ്ങളുടെയും യാത്രാ വണ്ടിയുടെയും ഫീസിന് വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. 15 മുതൽ 20 വരെ 6,000 രൂപയും 20 വർഷത്തിന് മുകളിൽ 11,300 രൂപയുമാണ് സംസ്ഥാനത്തിന്റെ ഫീസ് കേന്ദ്രം നിശ്ചയിച്ചത്. യഥാക്രമം 11,300 രൂപ,
അതോടൊപ്പം തന്നെ 22,600 രൂപ എന്നിങ്ങനെയായിരുന്നു. 15 വർഷം കഴിഞ്ഞ ഇരുചക്രങ്ങളുടെ ഫിറ്റ്നസ് നിരക്ക് 1,500 രൂപയിൽ നിന്ന് 1,000 രൂപയാക്കി. കാറിന്റേത് 8,500 നിന്നും 4,750 രൂപയിലാക്കി. അടുത്ത അറിയിപ്പ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 2,000 രൂപയുടെ വിതരണം ജനുവരി 26 ആരംഭിക്കുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 27, 28 തീയതികൾ തുക എത്തും. വരാനിരിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ പെൻഷൻ തുക 200 മുതൽ 500 രൂപ വരെ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകളും എത്തുന്നുണ്ട്. പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കാൻ മാരേജ് സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് നിശ്ചയിച്ച സമയത്തിനകം സമർപ്പിക്കേണ്ടതുണ്ട്. വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് മാർച്ച് 31-നകം നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം 6 മാസം കൂടി സർക്കാർ ദീർഘിപ്പിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ആണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.